ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പിട്ടത് എപ്പോഴാണ്? മാർച്ച് 5, 1931. മഹാത്മാഗാന്ധിയും ഡാഷും തമ്മിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു പൂന ഉടമ്പടി. B.R. അംബേദ്കർ. ഏതു വർഷമാണ് ബക്സാർ യുദ്ധം നടന്നത്? (1764). ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നത് ഏതു വർഷമാണ്? (1930). ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ചക്രവർത്തി ആരായിരുന്നു? ജോർജ് 6. താഴെ പറയുന്നവരിൽ ആരാണ് ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാഗാന്ധിയെ സന്ദർശിച്ചത്? ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? 1885. ശാരദാ നിയമം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശൈശവ വിവാഹം. 1929 ഏപ്രിൽ 8 ഡൽഹിയിലെ കേന്ദ്ര നിയമസഭയിൽ ഭഗത് സിംഗിനൊപ്പം 2 ബോംബുകൾ എറിഞ്ഞത് ആരാണ്? ബടുകേശ്വർ ദത്ത്. 1857 മെയ് 10 ശിപ്പായി ലഹള പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ആയിരുന്നു? മീററ്റ്. താഴെ പറയുന്നവരിൽ ആരാണ് 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത്? ബീഗം ഹസ്രത്ത് മഹൽ. ഇന്ത്യയിലെ ദാരിദ്ര്യവും ബ്രിട്ടീഷ് വിരുദ്ധ ഭരണവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദാദാഭായ് നവറോജി. താഴെ പറയുന്നവരിൽ ആരാണ് സൈമൺ കമ്മീഷനിൽ അംഗമല്ലാത്തത്? ഓസ്റ്റിൻ ഹഡ്സൺ. താഴെ പറയുന്നവരിൽ ആരാണ് വാരണാസിയിൽ ജനിച്ചത്? റാണി ലക്ഷ്മി ഭായ്. സിഖ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? മഹാരാജ രഞ്ജിത് സിംഗ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉമേഷ് ചന്ദ്ര ബാനർജി. 2005 പുറത്തിറങ്ങിയ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന ചിത്രത്തിൽ ആരാണ് പ്രധാന വേഷം ചെയ്തത്? ആമിർ ഖാൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 1908 ബ്രിട്ടീഷുകാർ വധിച്ചത് ആരെയാണ്? ഖുദിറാം ബോസ്. ലണ്ടനിൽ നടന്ന ഡാഷ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മഹാത്മാഗാന്ധി പങ്കെടുത്തു. രണ്ടാമത്തെ. കുൻവർ സിംഗ് 1857 ഇന്ത്യൻ കലാപത്തിന് നേതൃത്വം നൽകിയത് എവിടെയായിരുന്നു? ബീഹാർ.
ചമ്പാരൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. താഴെ പറയുന്നവരിൽ ആരാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ചത്? സരോജിനി നായിഡു. ഇന്ത്യയിലെ എല്ലാ അധികാര പരിധികളിലും സതി ആചാരം നിയമവിരുദ്ധമാക്കിയ ഗവർണർ ജനറൽ? വില്യം ബെന്റിംഗ് പ്രഭു. ആഗാഖാൻ കൊട്ടാരം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി. ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രൻ ആരായിരുന്നു? നാനാ സാഹിബ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം? 1915. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം? ബംഗാൾ ഗസറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബോംബെ. 1929 നെഹ്റു റിപ്പോർട്ടിന് മറുപടിയായി മുഹമ്മദ് അലി ജിന്ന എത്ര പോയിന്റുകൾ നിർദ്ദേശിച്ചു? 14. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമ. 1857 കലാപത്തിനു ശേഷം ബഹദൂർ ഷാ രണ്ടാമനെ ഏത് സ്ഥലത്തേക്ക് നാടുകടത്തി? റങ്കൂൺ. മദർ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? കാതറിൻ മേയോ. അസന്തുഷ്ടമായ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായ്. ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഒരു ഫ്രഞ്ച് സെറ്റിൽമെന്റ് അല്ലാത്തത്? ഗോവ. ജാലിയൻ വാലാബാഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അമൃത്സർ. എപ്പോഴാണ് ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ചത്? 6 ഏപ്രിൽ 1930. പോർച്ചുഗീസ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണറും വൈസ്രോയിയും ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ബംഗാളിലെ അവസാനത്തെ സ്വതന്ത്ര നവാബ് ആരായിരുന്നു? സിറാജ് ഉദ് ദൗള. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് ലിൻലിത്ഗോ.
കൊൽക്കത്ത ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായ വർഷം ഏത്? (1772). ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്ത് ജമ്മു കാശ്മീരിലെ നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? ഹരി സിംഗ്. 1919 ദി ഇൻഡിപെൻഡന്റ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ മഹാത്മാഗാന്ധി നൽകിയ മുദ്രാവാക്യം എന്താണ്? ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബെസന്റ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച മദ്രാസിലെ കോട്ടയുടെ പേര്? സെന്റ് ജോർജ് കോട്ട. 1946 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. താഴെ പറയുന്നവരിൽ ആരാണ് കാൺപൂരിൽ 1857 കലാപത്തിന് നേതൃത്വം നൽകിയത്? നാനാ സാഹിബ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ യുദ്ധം 1857 എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വിനായക് ദാമോദർ സവർക്കർ. മദൻ മോഹൻ മാളവ്യയ്ക്ക് മഹാമന എന്ന പദവി നൽകിയത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. നിസ്സഹകരണ പ്രസ്ഥാനം ഡാഷിന് ശേഷം പിൻവലിച്ചു? ചൗരി ചൗര സംഭവം. 1930 ചിറ്റഗോങ് ആയുധപ്പുര റെയ്ഡിന് നേതൃത്വം നൽകിയത് ആരാണ്? സൂര്യ സെൻ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? ധാക്ക. 1782 മെയ് 17 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഡാഷും തമ്മിൽ സൽബായ് ഉടമ്പടി ഒപ്പുവെച്ചു. മറാത്ത സാമ്രാജ്യം. 1848 ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭു. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിലെ ഹൈക്കോടതികൾ സ്ഥാപിതമായ വർഷം? 1862. ബാരക്പൂർ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാൾ. 1760 ബ്രിട്ടീഷുകാരും ഡാഷും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധമായിരുന്നു വാൻഡി വാഷ് യുദ്ധം. ഫ്രഞ്ച്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറലും വൈസ്രോയിയും ആയിരുന്ന വ്യക്തി ആരാണ്? ലിൻലിത്ഗോ പ്രഭു. ഏതു വർഷമാണ് ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും ഇന്ത്യ സന്ദർശിച്ചത്? 1911. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഡാഷും തമ്മിൽ 1802 ബാസീൻ ഉടമ്പടി ഒപ്പുവെച്ചു. ബാജിറാവു രണ്ടാമൻ. അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് ആരാണ്? സഹജാനന്ദ് സരസ്വതി. പ്ലാസി യുദ്ധത്തിൽ ആരാണ് സിറാജുദ് ദൗലയെ ഒറ്റിക്കൊടുത്തത്? മിർ ജാഫർ. ആരാണ് 1881 കേസരി പത്രം സ്ഥാപിച്ചത്? ബാലഗംഗാധര തിലക്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം പ്രചരിപ്പിച്ചത് ആരാണ്? ഭഗത് സിംഗ്. ഇൻഡിഗോ കലാപം ചിത്രീകരിക്കുന്ന നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്ര. ഗാന്ധിജിയും സന്നദ്ധ പ്രവർത്തകരും ദണ്ഡി മാർച്ച് പൂർത്തിയാക്കാൻ എത്ര ദിവസമെടുത്തു? 24. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്ന വർഷം? 1862. ആനന്ദമഠം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഡാഷ് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു? 4. ചമ്പാരൻ സത്യാഗ്രഹം ഏത് ചെടിയുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻഡിഗോ. 1876 സുരേന്ദ്രനാഥ് ബാനർജിയും ഡാഷും ചേർന്നാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത്? ആനന്ദ മോഹൻ ബോസ്. താഴെ കൊടുത്തിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് 18-ാം നൂറ്റാണ്ടിൽ നടക്കാത്തത്? തളിക്കോട്ട യുദ്ധം. 1934 ജനുവരി 15 രാജേന്ദ്ര പ്രസാദ് ജയിലിലായിരുന്നപ്പോൾ ബീഹാറിൽ എന്താണ് സംഭവിച്ചത്? ഭൂകമ്പം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വില്യം ബെന്റിംഗ് പ്രഭു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? 1600. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? സരോജിനി നായിഡു.
ബംഗാളിൽ ഇരട്ട ഗവൺമെൻറ് അവതരിപ്പിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ്. മഹാത്മാഗാന്ധിക്ക് രാഷ്ട്രപിതാവ് എന്ന പദവി നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1878 വെർണാക്കുലർ പ്രസ് ആക്ട് നിർദ്ദേശിച്ചത് ആരാണ്? ലിട്ടൺ പ്രഭു. ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. താഴെ കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ആർക്കാണ് ഭാരതരത്നം ലഭിക്കാത്തത്? മഹാത്മാഗാന്ധി. അന്താരാഷ്ട്ര ഗാന്ധി സമാധാന സമ്മാനം ആദ്യമായി നേടിയത് ആരാണ്? ജൂലിയസ് നെരേരെ. ഝാൻസി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ ബ്രിട്ടീഷ് നൈറ്റ്ഹുഡ് ഉപേക്ഷിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയിൽ ഗാന്ധിജി നയിച്ച ഡാഷ് സത്യാഗ്രഹ പ്രസ്ഥാനമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ആദ്യത്തെ. മറാത്ത സാമ്രാജ്യത്തിൻ്റെ രണ്ടാമത്തെ സ്ഥാപകൻ എന്നറിയപ്പെട്ടത് ആരാണ്? ബാലാജി വിശ്വനാഥ്. ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ അറിയപ്പെടുന്നത്? ഐക്യത്തിൻ്റെ പ്രതിമ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ചന്ദ്രഗിരി രാജാവിൽ നിന്ന് മദ്രാസിൻ്റെ സ്ഥലം നേടിയത്? ഫ്രാൻസിസ് ഡേ. ഹിന്ദു വിധവകളുടെ പുനർവിവാഹ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? 1856. 1923 മോത്തിലാൽ നെഹ്റുവും ചിത്തരഞ്ജൻ ദാസും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താണ്? സ്വരാജ് പാർട്ടി. നീലജല നയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം? 1911. ബ്രിട്ടീഷുകാർ ബർമ്മ പ്രവിശ്യയെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയത് ഏതു വർഷമാണ്? 1937. സൈമൺ കമ്മീഷനിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള എത്ര പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു? 7. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ആത്മകഥ ആരുടേതാണ്? അബുൾ കലാം ആസാദ്.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ആദ്യത്തെ വ്യക്തിഗത സത്യാഗ്രഹിയായി മഹാത്മാഗാന്ധി ആരെ തിരഞ്ഞെടുത്തു? വിനോബ ഭാവെ. സതി നിർത്തലാക്കാൻ ആരാണ് പോരാടിയത്? രാജാറാം മോഹൻ റോയ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് കൊല്ലപ്പെടാത്തത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ദണ്ഡി സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. മഹാത്മാഗാന്ധി എപ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത്? 8 ഓഗസ്റ്റ് 1942. 1907 ഓഗസ്റ്റ് 22 ഭിക്കാജി കാമ എവിടെയാണ് ഇന്ത്യൻ പതാക ഉയർത്തിയത്? ജർമ്മനി. ഏതു വർഷമാണ് മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത്? 1917. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജി. ചൗരി ചൗര ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. ഗോവ ഭരിച്ചത് ആരാണ്? പോർച്ചുഗീസ്. മഹാത്മാഗാന്ധിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സരോജിനി നായിഡു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. പ്ലാസി യുദ്ധം നടന്നത് ഏതു വർഷമാണ്? 1757. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത്? BR അംബേദ്കർ. ഏതു വർഷമാണ് മഹാത്മാഗാന്ധി ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്? 1901. ആരാണ് 1905 വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത്? ബിപിൻ ചന്ദ്ര പാൽ. മഹാരാജ ഗംഗാധർ റാവുവിൻ്റെയും റാണി ലക്ഷ്മി ഭായിയുടെയും ദത്തുപുത്രൻ ആരായിരുന്നു? ദാമോദർ റാവു. കൊൽക്കത്തയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയുടെ പേര്? ഫോർട്ട് വില്യം. ഇന്ത്യൻ സിവിൽ സർവീസിൽ ചേർന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? സത്യേന്ദ്രനാഥ ടാഗോർ.
ഏതു വർഷമാണ് മദൻ മോഹൻ മാളവ്യയ്ക്ക് ഭാരതരത്നം ലഭിച്ചത്? 2015. ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു? ഹണ്ടർ കമ്മീഷൻ. നൗജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ആരാണ്? ഭഗത് സിംഗ്. താഴെ പറയുന്നവരിൽ ആരാണ് ക്യാബിനറ്റ് മിഷൻ 1946 ക്യാബിനറ്റ് അംഗമല്ലാത്തത്? ജോൺ സൈമൺ. ഇന്ത്യയിൽ ഫ്രഞ്ച് കുടിയേറ്റം ആരംഭിച്ചത് ഏതു വർഷമാണ്? 1674. 1857 കലാപത്തിന് ശേഷം ആരാണ് ഇന്ത്യയുടെ ചക്രവർത്തിനി എന്ന പദവി സ്വീകരിച്ചത്? വിക്ടോറിയ രാജ്ഞി. 1781 ജൂലൈ 1 മൈസൂരിലെ ഹൈദരലിയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധം? പോർട്ടോ നോവോ യുദ്ധം. അന്തർദേശീയ ധാരണയ്ക്കുള്ള ജവഹർലാൽ നെഹ്റു അവാർഡ് ആദ്യമായി നേടിയത് ആരാണ്? യു തന്ത്. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു എവിടെയാണ് ഇന്ത്യയുടെ പതാക ഉയർത്തിയത്? ലാഹോർ. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറിയത് എപ്പോഴായിരുന്നു? 26 ഒക്ടോബർ 1947. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കിയ വർഷം? 1510. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് 1934 രൂപം കൊണ്ടത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1947 ഓഗസ്റ്റ് 15 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ബങ്കിം ചന്ദ്ര ചാറ്റർജി തൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ ബംഗാളിലെ ഏത് കലാപമാണ് എടുത്തു കാണിച്ചത്? സന്യാസി കലാപം. സുഭാഷ് ചന്ദ്രബോസിന് മുമ്പ് INAയുടെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? മോഹൻ സിംഗ്. ആഗാഖാൻ കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ആഗാഖാൻ മൂന്നാമൻ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെഷനിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 72. 1765 മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമനും റോബർട്ട് ക്ലൈവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? അലഹബാദ് ഉടമ്പടി. എ പാസേജ് ടു ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? E.M. ഫോസ്റ്റർ. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സി രാജഗോപാലാചാരി.
ചമ്പാരൻ സത്യാഗ്രഹ കാലത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറലും വൈസ്രോയും ആരായിരുന്നു? ലോർഡ് ചെംസ്ഫോർഡ്. ദി ലെജൻഡ് ഓഫ് ഭഗത് സിംഗ് 2002 എന്ന സിനിമയിൽ ഭഗത് സിംഗിൻ്റെ വേഷം ചെയ്തത് ആരാണ്? അജയ് ദേവ്ഗൺ. ആരാണ് മേയോ പ്രഭുവിനെ കൊന്നത്? ഷേർ അലി അഫ്രീദി. ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കമ്മ്യൂണൽ അവാർഡ് അവതരിപ്പിച്ചു? റാംസേ മക്ഡൊണാൾഡ്. താഴെ പറയുന്നവരിൽ ആരാണ് 1857 ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്? റാണി ലക്ഷ്മി ഭായ്. റോബർട്ട് ക്ലൈവ് ആരംഭിച്ച ബംഗാളിലെ ഇരട്ട ഗവൺമെൻറ് സമ്പ്രദായം ഇല്ലാതാക്കിയത് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയിൽ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ ആരംഭിച്ചത് ഏതു വർഷമാണ്? 1851. 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ട 3 വിപ്ലവകാരികളിൽ ആരാണ് ഉൾപ്പെടാത്തത്? ചന്ദ്രശേഖർ ആസാദ്. ബ്ലാക്ക് ഹോൾ ദുരന്തം നടന്നത് എവിടെ ആയിരുന്നു? ഫോർട്ട് വില്യം. ഗോവയിലെ പോർച്ചുഗീസ് ഭരണം അവസാനിച്ച വർഷം? 1961.